പാസ്ത ഷീറ്റും മീറ്റും എല്ലാം അടുക്കി വെച്ച് ലെയറായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഇറ്റാലിയൻ വിഭവമാണ് ലസാന്യ. ഈ ലസാന്യനെ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കപ്പയും ബീഫും എല്ലാം വെച്ചിട്ട് ഒരു നാടൻ ഐറ്റം ആക്കി മാറ്റിയാലോ. ഒരു കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കിയ ബീഫ് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ബീഫ് നന്നായി വെന്തുടയുന്നവരെ വേവിച്ചെടുക്കണം. വേറൊരു പാത്രത്തിലേക്ക് കഴുകി വൃത്തിയാക്കി ചെറുതായി കട്ട് ചെയ്ത കപ്പ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്ത് നന്നായി വെന്തുടയുന്നവരെ കപ്പയും വേവിച്ചെടുക്കണം. ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് തേങ്ങ, ചെറിയ ജീരകം, വെളുത്തുള്ളി, കുറച്ച് വെള്ളവും ചേർത്ത് ചട്നിക്കെല്ലാം അരച്ചെടുക്കുന്നത് പോലെ അരച്ചെടുക്കണം. ഒരു പാൻ എടുപ്പിച്ച് അതിലേക്ക് വെളിച്ചെണ്ണ, സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. സവാള വെന്ത ശേഷം തക്കാളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായി വേവിച്ചെടുക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഗരം മസാല ചേർത്ത് ചെറിയ തീയിൽ അതിൻ്റെ സ്മെല്ല് മാറുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിലേക്ക് നന്നായി വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് നന്നായി ഇളക്കി വെള്ളം വറ്റിച്ച് ഡ്രൈ ആക്കി മാറ്റിയെടുക്കാം. മറ്റൊരു പാത്രം എടുത്ത് ഫ്ലെയിം ഓൺ ആക്കാതെ അതിലേക്ക് നന്നായി വേവിച്ച് വെച്ച കപ്പ ചേർത്ത് നന്നായി ഉടച്ചെടുത്ത് അരച്ച് മാറ്റി വെച്ച തേങ്ങയും വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അത് മാറ്റി വയ്ക്കാം. ഇതിലേക്കുള്ള സോസിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ബട്ടർ, മൈദ, തേങ്ങാപ്പാൽ ചേർത്ത് കട്ട പിടിക്കാതെ നന്നായി ഇളക്കി കുറുക്കിയെടുത്ത് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് അടുപ്പത്ത് നിന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബേക്കിംഗ് ട്രേ എടുത്ത് നന്നായി ഗ്രീസ് ചെയ്ത് ഒന്നാമത്തെ ലെയറായിട്ട് 1/4 ഭാഗത്തോളം കപ്പ മാഷ് ചെയ്തത് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് രണ്ടാമത്തെ ലെയറായിട്ട് ബീഫ് ഡ്രൈ ആക്കി മാറ്റി വെച്ചത് ട്രേയുടെ 1/2 ഭാഗത്തോളം കൂടി ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഒരു 1/4 ഭാഗത്തോളം കപ്പ ഉടച്ചത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം തയ്യാറാക്കി വെച്ച വൈറ്റ് സോസ്, കുറച്ചധികം മൊസറല്ല ചീസ്, കുറച്ച് കറിവേപ്പില ചേർത്ത് അവനുണ്ടെങ്കിൽ അവനിൽ വെച്ച് നന്നായി ബേക്ക് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള പാത്രത്തിൽ ഇറക്കി വെച്ച് കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ ബേക്ക് ചെയ്തെടുക്കാം. ഏതാ സാധനം നോക്കി, നല്ല ഫുൾ ലോഡഡ് ചീസി, അതേപോലെ നല്ല സ്പൈസി ആയിട്ടുള്ളൊരു കിഡിലെ ഐറ്റമാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. യൂട്യൂബിൻ്റെ ലിങ്ക് പ്രൊഫൈലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ വഴിക്കൊന്ന് ചുമ്മാ പോയി നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക. ഇതുപോലത്തുള്ള ഒരുപാട് റെസിപ്പീസ് ആയിട്ട് ഇനിയും വരുന്നുണ്ട്.